ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ലോഗിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ. അപ്പോൾ ഇന്ന് ഏകദേശം ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ആ ടൈമിൽ പിന്നെ ഒരു നമ്മുടെ ലഞ്ച് ബോക്സ് തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോസും അതുപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആരും ഒന്ന് കമൻറ്റും ചെയ്യുന്നില്ല, ലൈക്കും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ശരിക്കും എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തുള്ളൂ വീഡിയോസൊക്കെ ഇടാൻ. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും ഒരു കമൻറ്റ്, നല്ല രീതിയിലുള്ള ഒരു കമൻറ്റ് അറിയിക്കുക. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങളെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് ചോറൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് മറ്റേത് ആവി കയറ്റിയാണ് ഞാൻ സ്കൂളിലേക്ക് കൊടുത്തു വിടുന്നത് കേട്ടോ. അപ്പം അതിന് ഞാൻ എന്തെടുത്ത് ഇന്നലെ തന്നെ ഞാൻ ചോറ് ഒന്നും റൈസ് കുക്കറിൽ തിളപ്പിച്ച് വെച്ചിരുന്നു. അപ്പോൾ അത് രാവിലെ ഒന്ന് തിളപ്പിച്ച് അതായത് രാവിലെ എണീറ്റ് വന്ന് അടുക്കള കിച്ചണിലോട്ട് വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യമേ ചോറൊന്നും കൂടെ തിളപ്പിച്ച് റൈസ് കുക്കറിലോട്ട് മാറ്റി രണ്ടാമത് തിളപ്പിച്ചിട്ട്, അപ്പോൾ അത് അത്രയും ഒരു 2 മണിക്കൂർ ഇരിക്കുമ്പോഴത്തേക്ക് ഒന്നും കൂടെ ഒക്കെ വേഗമല്ലോ എന്ന് കരുതിയിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പുട്ടിൻ്റെ പൊടി നനച്ച് വെച്ചായിരുന്നു. അതുപോലെ തന്നെ അച്ചിങ്ങാപ്പയർ അരിഞ്ഞ് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് മിൽക്ക് പുരട്ടാൻ. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് അങ്ങ് മൂടി വെച്ചാൽ മതി. കുറേ വെന്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് അതിനകത്തോട്ട് എന്തെങ്കിലും മുളക് പൊടിയോ അത് നമുക്ക് ഇഷ്ടമുള്ളതുപോലൊക്കെ ചേർക്കാം. പച്ചമുളകാണെങ്കിൽ പിന്നെ വേറെ ചേർക്കേണ്ടത്, നമ്മൾ അരിയുന്ന കൂട്ടത്തിൽ പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അതവിടെ മൂടി വെച്ചിരുന്നു. അത് ചെറിയ തീ കിടന്ന് വേകട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ മത്തി പൊടിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഒരു കൂടുതൽ മത്തി കിട്ടിയത് ഞാനത് വെട്ടി ഫ്രിഡ്ജ് വെച്ചിരുന്നു അരപ്പും പറ്റി. അപ്പോൾ അത് കുറേശ്ശെ എടുത്ത് പൊഴിക്കുന്നുണ്ട്. ഇതിപ്പോൾ ലാസ്റ്റ് അത്രയും കൂടെ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്തത് പൊടിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ തന്നെ തേങ്ങ പൊതിച്ചെല്ലാം പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സീസൺ എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ് സീസണല്ലേ. അപ്പോൾ നമുക്ക് പുറത്തോട്ടൊന്ന് ഡോറ് തുറന്ന് നോക്കിയാൽ തന്നെ തണുത്ത കാറ്റാണ്. അപ്പോൾ ഈ പുറത്ത് പോയി നിന്നുകൊണ്ട് തേങ്ങ പൊതിക്കാൻ വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല തണുപ്പ് അന്തരീക്ഷവും, അതുപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു കൈവേദനയോ വിലക്കോ ഒക്കെ എപ്പം വീണം ചോദിച്ചാൽ മതി. തണുപ്പത്ത് ഇച്ചിരി കൂടെയൊക്കെ പിളഞ്ഞ് നല്ല വെയിലൊക്കെ ഉറച്ച സമയത്താണ് തേങ്ങ പൊതിക്കുന്നതെങ്കിൽ നമുക്ക് അത്രയും വിഷയം പറ്റില്ല. രാവിലെ തേങ്ങ പൊതിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതല്ലെങ്കിൽ നമ്മൾ തലേന്ന് തന്നെ വൈകുന്നേരമൊക്കെ സമാധാനത്തിൽ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ തേങ്ങ ഒക്കെ പൊതിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോലി എടുക്കാൻ പറ്റും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഭയങ്കര മടിയാണ്. വൈകുന്നേരമൊക്കെ പൊതിച്ച് വെക്കാമെന്ന് ആലോചിക്കും, പിന്നെ കരുതും വേണ്ട രാവിലെ അങ്ങ് ചെയ്യാമെന്ന്. രാവിലെ തണുപ്പാണെങ്കിൽ പിന്നെ ദേഹം വേദന ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ അത് തേങ്ങ എല്ലാം പൊതിച്ചെല്ലാം തിരികെ എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇത് മോന് ചായ എല്ലാം ഇട്ട് വെക്കുമായിരുന്നു. അപ്പം നമുക്ക് ഒരു സ്വല്പം പൊടി തേയില ഇട്ടാൽ മതി. അത് പിന്നെ നമ്മൾ അരിക്കാതെ അതിനകത്ത് വെച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ കടുപ്പ് ഇറങ്ങും. ഞാനും അങ്ങനെ ഒരുപാട് തേയില ഇടത്തില്ല. ഒരു ഇച്ചിരി തേയില ഇട്ടാലും ആ തേയില അരിച്ച് മാറ്റാതെ ആ ചായക്കകത്ത് തന്നെ വെച്ച് മൂടി വെക്കുമ്പം കുറേ കടുപ്പ് അങ്ങ് ഇറങ്ങിക്കോളും. അപ്പോൾ അങ്ങനെ പുട്ടിൻ്റെ പൊടി ഉച്ച് ഡ്രൈ ആയിരുന്നു കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആ ഡ്രൈനെസ് മാറിയില്ല, കുഴഞ്ഞ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയില്ല. പിന്നെ ഈ പുട്ടിൻ്റെ പൊടി നമ്മൾ മിക്സിക്കകത്തിട്ട് അടിച്ചാലും ചിലപ്പം കട്ട പിടിക്കും, അല്ലെങ്കിൽ പിന്നെ ഒത്തിരി സാദാ പൊടി ചേർത്തിട്ട് വേണം നമ്മൾ മിക്സിയിൽ അടിക്കാൻ. അപ്പം പിന്നെ നമുക്ക് പഞ്ഞി പോലത്തെ പുട്ടിൻ്റെ പൊടി കിട്ടും. പക്ഷേ ഇതുപോലെ നമ്മൾ കൈകൊണ്ട് കുഴച്ചെടുക്കുന്നതാണെങ്കിൽ അതിൻ്റേതായ രീതിയിൽ ഇരുന്ന് തരി മാറ്റി എടുക്കണം. നല്ല മെനക്കേടാണ്, നല്ല പരിപാടിയാണ്. അപ്പം അത് കാരണം എന്നാലും നമ്മളതൊക്കെ തന്നെ ഒരുവിധമൊക്കെ ഞാൻ തരി മാറ്റി എടുത്തിട്ടുണ്ട്, കട്ട മാറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാൻ പുട്ടുകുറ്റിക്കകത്ത് പുട്ട് പുഴുങ്ങുന്നതിനെക്കാട്ടിയൊക്കെ ഇപ്പോൾ സിമ്പിൾ ഇതാണ്. ഈ ചിരട്ടപ്പുട്ട് പോലെ കുക്കറിൽ വെച്ച് പുഴുങ്ങിയെടുക്കുന്നതാണ്. വളരെ വളരെ സിമ്പിളാണ്. പെട്ടെന്ന് നമുക്ക് പുട്ട് പുഴുങ്ങിയെടുക്കാൻ പറ്റും. ഇച്ചിരി മാവും കുഴച്ച് അതായത് കിണ്ടി വെച്ചിട്ട് ഇച്ചിരി തേങ്ങാപ്പീര ഉണ്ടെങ്കിൽ നമ്മൾ ശടയെന്നും പറഞ്ഞ് പുട്ട് പുഴുങ്ങാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ഒരു കാസറോളിലോട്ട് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു ചില്ലിപ്പുട്ട് മതി, ഒരു ചിരട്ടപ്പുട്ട് മതി ഒരാൾക്കുള്ളത്, വിശപ്പടങ്ങാനുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറൊക്കെ വേവിച്ച് വെച്ച് ചോറിനന്ന് കുറച്ച് പെട്ടെന്ന് എടുത്ത് ഞാനൊരു കൊച്ചു കലത്തിലോട്ടാക്കി തിളപ്പിച്ചൂറ്റി എടുത്തതാണ്. കാരണം മറ്റേ ചോറിന് ഒരുമിച്ചെടുത്ത് നമ്മൾ തിളപ്പിച്ച് അടച്ചിടുമ്പോഴത്തേക്ക് ചിലപ്പം വേകാൻ ചാൻസ് കുറവാണ്.
അപ്പോൾ അതുകൊണ്ട് മോന് വേണ്ടി മാത്രം കുറച്ച് ചോറെടുത്ത് ഞാനിപ്പോൾ തിളപ്പിച്ചടച്ചിട്ടതാണ്. ബാക്കി റൈസ് കുക്കറിൽ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ എന്താണ് മോൾക്ക് ഇന്ന് പഠിത്തമുള്ളതായിരുന്നു. ഞാൻ സ്കൂളിൽ വിട്ടില്ല, ലീവ് എടുപ്പിച്ചു. കാരണം എന്ന് വെച്ചാൽ അവളെ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് അവളെ ഇന്ന് സ്കൂളിൽ വിടണ്ടെന്ന് കരുതി ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ ചോറ് നമ്മൾ ടിഫിൻ ബോക്സിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അതിൻ്റെ മൂടിയിലോട്ട് അതിൻ്റെ മൂടിയല്ല, അതിൻ്റെ ഇടയ്ക്കലത്തെ പാത്രത്തിലോട്ട് നമുക്ക് അച്ചങ്ങ മെഴുക്ക് പുരട്ടിയതും വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ മീൻ വറുത്തതും വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ 2 കറി മാത്രം മതി ചോറുണ്ണാൻ. പിന്നെ നമ്മൾ അതല്ലല്ലോ ഒന്ന് ഒഴിച്ചു കൂട്ടാൻ കറി വേണമെന്നാണ് എപ്പോഴും പിള്ളേർ പറയുന്നത്. അവർക്ക് ചമ്മന്തി പോലും താല്പര്യമില്ല. അവർക്ക് ഒഴിച്ചു കൂട്ടാൻ രസമോ തക്കാളിക്കറിയോ, അതായത് ഒഴിച്ചു കറിയോ മീൻ കറിയോ എന്താണെങ്കിലും അവർക്ക് ഒഴിച്ചു കൂട്ടാൻ എന്തെങ്കിലും കറി വേണം. അപ്പോൾ അതിന് ഞാനൊരു ഇച്ചിരി മീൻ കറി എടുത്ത് ഒരു ഡപ്പായ്ക്കകത്താക്കി വെക്കുന്നുണ്ട്. ഇപ്പം ഈ ഡപ്പായ്ക്കകത്ത് ചോറും അച്ചങ്ങ മെഴുക്ക് പുരട്ടിയത് മത്തി പൊരിച്ചത്. ഓക്കെ, നമ്മുടെ ലഞ്ച് ബോക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീൻ കറി ഒരു ചെറിയ ഡപ്പായ്ക്കകത്ത്, അത്രയേ ഉള്ളൂ. പിന്നെന്താണ്, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പുട്ടും പുഴുങ്ങുന്നുണ്ട്. പുട്ട് പുഴുങ്ങി അടുക്കി വെക്കുന്നുണ്ട്. പിന്നെ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കാര്യം എന്ന് വെച്ചാൽ മോളുടെ കണ്ണിൻ്റെ ചെക്കപ്പിന് വേണ്ടി കൊണ്ടുപോയതാണ്. വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയത്. അപ്പം നമുക്ക് ഏറ്റവും അടുത്ത ഹോസ്പിറ്റൽ അതാണ്, വണ്ടാനത്താണ്. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയി. പക്ഷേ ക്യൂ നിന്ന് ഡോക്ടറെ കണ്ടെങ്കിലും വലിയ ഫലമൊന്നും ഉണ്ടായില്ല. ഡോക്ടർ നല്ല രീതിയിൽ അതിൻ്റെ എന്താണ് വയ്യാഴി എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെയും ബൈ.